നമസ്കാരം വിബിസി ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. പുളിമൂട്ടിൽ സെൽസ് കോട്ടയം, തൊടുപുഴ, തൃശൂർ. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് കെട്ടിട നിർമ്മാണ തൊഴിലാളി യൂണിയൻ AITUC നേതൃത്വത്തിൽ തൊടുപുഴയിൽ ക്ഷേമനിധി ബോർഡ് ഓഫീസ് മാർച്ചും ധർണയും നടത്തി. ES ബിജിമോൾ MLA ഉദ്ഘാടനം നിർവഹിച്ചു. കേരള കർഷക തൊഴിലാളി കോൺഗ്രസ് ഉടുമ്പന്നൂർ മണ്ഡലം കൺവെൻഷൻ മന്ത്രി PJ ജോസഫ് ഉദ്ഘാടനം ചെയ്തു. കരിമണ്ണൂർ ഗ്രാമപഞ്ചായത്തിലെ പാഴൂക്കര ജ്യോതിസ് റെസിഡൻസ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ തകരാറിലായ നടപ്പാലം ശ്രമദാനത്തിലൂടെ സഞ്ചാരയോഗ്യമാക്കി. വെള്ളിയമറ്റം ഗ്രാമപഞ്ചായത്തിൽ ഗ്രീൻ പൂമാല ക്ലീൻ പൂമാല പദ്ധതിക്ക് തുടക്കമായി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് തങ്കമ്മ രാമൻ ഉദ്ഘാടനം നിർവഹിച്ചു. അറക്കുളം ഗ്രാമപഞ്ചായത്തിൽ LPG സേഫ്റ്റി ക്ലിനിക് നടത്തി. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഉഷ ഗോപിനാഥ് ഉദ്ഘാടനം നിർവഹിച്ചു. കെട്ടിട നിർമ്മാണ രംഗത്ത് നൂതന സാങ്കേതിക ഉപകരണമായ മൊബൈൽ ടവർ ക്രെയിൻ തൊടുപുഴയിലും എത്തി. പുരയിടത്തിൽ കൺസ്ട്രക്ഷൻസ് ആണ് ആധുനിക ഉപകരണം തൊടുപുഴയിൽ എത്തിച്ചിരിക്കുന്നത്. തൊടുപുഴ മഡോണ ടെസ്റ്റ് സംസ്ഥാന സർക്കാരിന്റെ കാരുണ്യ പ്രവർത്തനങ്ങളിൽ പങ്കാളികളാവുന്നു. പുളിമൂട്ടിൽ സെൽസ് കോട്ടയം, തൊടുപുഴ, തൃശൂർ. വാർത്തകൾ വിശദമായി. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് കെട്ടിട നിർമ്മാണ തൊഴിലാളി യൂണിയൻ AITUC നേതൃത്വത്തിൽ തൊടുപുഴയിലുള്ള ക്ഷേമനിധി ബോർഡ് ഓഫീസിലേക്ക് മാർച്ചും ധർണയും നടത്തി. ES ബിജിമോൾ MLA ഉദ്ഘാടനം നിർവഹിച്ചു. P മുത്തുപ്പാണ്ടി, TR ശശിധരൻ, PK രവി, PP ജോയി, K സലീംകുമാർ തുടങ്ങിയവർ പ്രസംഗിച്ചു. തൊഴിൽ വകുപ്പ് മന്ത്രി മറുപടി പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞ ഒരു പ്രധാന പ്രശ്നമുണ്ട്. ക്ഷേമനിധികളുടെ ഏകീകരണം നടപ്പിലാക്കാൻ പോവുകയാണ്. അതിനെ സംബന്ധിച്ച് ഗവൺമെന്റ് വളരെ ഗൗരവതരമായി ആലോചിക്കുന്നു. ഒരാൾക്ക് ഒരു പെൻഷൻ എന്നുള്ളതാണ് ഈ ഗവൺമെന്റ് ലക്ഷ്യം വെക്കുന്നത്. അതിന്റെ ഭാഗമായി നമ്മളിവിടെ കാളിയാറിൽ സാമൂഹ്യ വിരുദ്ധ ശല്യം രൂക്ഷമായതായി പരാതി. തീയാട്ടിൽ ഷാജിയുടെ കിണറ്റിലും വസ്ത്രങ്ങളിലും കരിയോയിലൊഴിച്ചു. വാഹനങ്ങളിലെ ടേപ്പ് റെക്കോർഡും മറ്റു വസ്തുക്കളും തല്ലി തകർക്കുകയും ചെയ്തു. കുറ്റക്കാരെ പിടികൂടുവാൻ പോലീസ് അന്വേഷണം ഊർജിതമാക്കണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു. എനിക്ക് ചേട്ടനൊരു ഓട്ടം ഉണ്ടായിരുന്നു പോകാനായിട്ട്. രാവിലെ കഥ തുറന്നപ്പം നടയിൽ ഇങ്ങനെ ഒരു ഇലയിലും കുറേ തുളസിയിലയും ഒരു മുട്ടയിലും ഏതാണ്ടൊക്കെ വരച്ചിട്ട് അത് നടയിൽ വെച്ച് നോക്കുക. അപ്പോൾ അത് ചേട്ടൻ വഴക്ക് പറഞ്ഞാൽ അത് എടുത്ത് പള്ളയെ കളഞ്ഞു. പിള്ളേർ കിടന്ന് വെലോടി ആയിരുന്നു, എടുക്കല്ലേ അച്ചാത്താന്ന് പറഞ്ഞു. ചേട്ടനെടുത്ത് പള്ളയെ കളഞ്ഞു കഴിഞ്ഞപ്പോൾ ഞാൻ പിന്നെ അത് എടുത്തുകൊണ്ട് പുഴയിൽ ഒഴുക്കി. അത് കഴിഞ്ഞ് ചേട്ടനൊരു ഓട്ടം പോയിട്ട് വന്നു കഴിഞ്ഞപ്പോഴാണ് വണ്ടിയിലെ പേപ്പർ കാർഡ് കുത്തി തുറന്നു വെച്ചേക്കുന്നു. അത് ഞാൻ ഡാഷ്ബോർഡ്. ഇടുക്കി ചെറുകിട വ്യവസായി കോഓപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ആഭിമുഖ്യത്തിൽ തൊടുപുഴയിൽ ഓണം റംസാൻ ചന്ത ആരംഭിച്ചു. തൊടുപുഴ ഡീപ്പോൾ പബ്ലിക് സ്കൂളിന് എതിർവശം ആരംഭിച്ച ഓണച്ചന്തയുടെ ഉദ്ഘാടനം സഹകരണ സംഘം അസിസ്റ്റന്റ് രജിസ്ട്രാർ S ശ്രീജയ നിർവഹിച്ചു. സംഘം പ്രസിഡന്റ് ബെന്നി ജേക്കബ്, സെക്രട്ടറി സാജു V ചെമ്പരത്തി, തോമസ് ജയാജി തുടങ്ങിയവർ പ്രസംഗിച്ചു. കേരള കർഷക തൊഴിലാളി കോൺഗ്രസ് ഉടുമ്പന്നൂർ മണ്ഡലം കൺവെൻഷനും ക്ഷേമനിധി പാസ്ബുക്ക് വിതരണവും നടന്നു. സരസ്വതി UP സ്കൂളിൽ നടന്ന സമ്മേളനം മന്ത്രി PJ ജോസഫ് ഉദ്ഘാടനം ചെയ്തു. നമ്മൾ തീരുമാനമെടുത്തു, കർഷകരും കർഷക തൊഴിലാളികളും നാണയത്തിന്റെ ഇരുവശങ്ങളാണ്. കൃഷിഭൂമി പണി നടക്കണമെങ്കിൽ കർഷകരും വേണം, കർഷക തൊഴിലാളികളും വേണം. ഇന്നിപ്പോൾ കർഷക തൊഴിലാളികൾ ആവശ്യത്തിന് മാത്രം ഇല്ല, അവരെല്ലാം മറ്റു. കരിമണ്ണൂർ ഗ്രാമപഞ്ചായത്തിലെ പാഴൂക്കര ജ്യോതിസ് റെസിഡൻസ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ തകർന്നു കിടന്ന നടപ്പാലം സഞ്ചാരയോഗ്യമാക്കി. സെന്റ് ജോസഫ് ഹയർ സെക്കൻഡറി സ്കൂളിന് പിന്നിലുള്ള തോയൽപ്പാടത്തിലെ തോടിനു കുറുകെ സ്ഥാപിച്ചിരുന്ന നടപ്പാലമാണ് നന്നാക്കിയത്. ദിനം പ്രതി നൂറുകണക്കിന് ആളുകൾ സഞ്ചരിക്കുന്ന നടപ്പാലം തകർന്നു കിടന്നിട്ട് നന്നാക്കുവാൻ ബന്ധപ്പെട്ടവർ തയ്യാറാകാത്തതിനെ തുടർന്നാണ് റെസിഡൻസ് അസോസിയേഷൻ ശ്രമദാനത്തിന് തയ്യാറായത്.
പ്രസിഡന്റ് ജോളി മുരിങ്ങമറ്റം, ജോസ് മാറാട്ട്, ഐപ്പ് ഉന്നയ്ക്കപ്പടവിൽ, ടി എ മനോജ്, ജിത്, ജോബി, പീറ്റർ താനിക്കൽ, പ്രദീപ്, ദാസ് തുടങ്ങിയവർ നേതൃത്വം നൽകി. വർഷങ്ങളായിട്ട് പഴയ ഒരു വഴിയാണ്. പഴുക്കര ഭാഗത്തുനിന്ന് നെയ്ശ്ശേരി ഭാഗത്തു നിന്നുള്ള ആളുകൾ ഇത് സ്ഥിരമായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്ന വഴിയാണ്. അപ്പോൾ ഈ വഴി പഞ്ചായത്തിൻ്റെ നേതൃത്വത്തിൽ നമ്മളിവിടെ ഒരു പാലം പണിയും പാലത്തിനോടനുബന്ധിച്ച് ഒരു നട പണിയൊക്കെ ചെയ്തിരുന്നു. പക്ഷേ നട വലിയ മാധ്യമങ്ങൾ വെങ്ങല്ലൂരിലെ ഓട്ടോറിക്ഷ തൊഴിലാളികൾക്കെതിരെ അപവാദ പ്രചരണങ്ങൾ നടത്തുകയാണെന്ന് ആരോപിച്ച് വിവിധ സംഘടനകളുടെ നേതൃത്വത്തിൽ വെങ്ങല്ലൂരിൽ പ്രകടനവും യോഗവും നടത്തി. വിവിധ ഓട്ടോറിക്ഷ തൊഴിലാളി യൂണിയൻ നേതാക്കളായ കെ കബീർ, എ ബെന്നി, സീതി, പി എ ഗോപാലകൃഷ്ണൻ തുടങ്ങിയവർ പ്രസംഗിച്ചു. ഇടുക്കി ജില്ലയിലെ വിവിധ അധ്യാപക സംഘടനാ നേതാക്കൾക്കായി 10 ദിവസത്തെ പരിശീലന പരിപാടി തൊടുപുഴ ഡയറ്റിൽ ആരംഭിച്ചു. SS ജില്ലാ പ്രോജക്ട് ഓഫീസർ VN ഷാജി ഉദ്ഘാടനം നിർവഹിച്ചു. ഡയറ്റ് പ്രിൻസിപ്പൽ പ്രസന്നകുമാർ അധ്യക്ഷത വഹിച്ചു. തൊടുപുഴ ഡയറ്റ് സ്കൂൾ അധ്യാപകൻ കല്ലമ്പിളിൽ ദാമോദരന്റെ മരണത്തെക്കുറിച്ച് അന്വേഷണം നടത്തണമെന്ന് ബന്ധുക്കൾ വാർത്താ സമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു. ഈ അടുത്ത കാലത്ത് തൊടുപുഴ ഡയറ്റ് ലാബ് UP സ്കൂളിലെ അധ്യാപകനായിരുന്ന എൻ്റെ ചേട്ടൻ KN ദാമോദരൻ ജൂലൈ 9 മിസ്സിംഗ് ആവുകയും അതേ തുടർന്നൊരു 2 ആഴ്ചയ്ക്ക് ശേഷം അദ്ദേഹത്തിൻ്റെ മൃതദേഹം തൊടുപുഴയാറ്റിൽ നിന്ന് കണ്ടെത്തുകയും ചെയ്തു. അദ്ദേഹത്തിൻ്റെ മരണത്തിലേക്ക് നയിച്ച കാരണങ്ങൾ എന്താണെന്നുള്ള സത്യം കണ്ടെത്താനും സ്റ്റാമ്പ് നാണയ ശേഖരണ രംഗത്ത് സജീവ സാന്നിധ്യമായി മാറുന്ന ജോജോ പി കുര്യാക്കോസ് ശ്രദ്ധേയനാകുന്നു. അറക്കുളം പ്ലാക്കോട്ടത്തിൽ ജോജോ ചെറുപ്പത്തിൽ പോസ്റ്റ്മാൻ കൊണ്ടുവരുന്ന കത്തുകളിൽ സ്റ്റാമ്പുകൾ ശേഖരിച്ചു തുടങ്ങിയ കൗതുകമാണ് 2012 ഒളിമ്പിക് സ്റ്റാമ്പുകളിലെത്തി നിൽക്കുന്നത്. 1800 ഇന്ത്യൻ ഈസ്റ്റ് ഇന്ത്യ കമ്പനി ആരംഭിച്ച തപാൽ വകുപ്പിന്റെ സ്റ്റാമ്പ്, കൊച്ചി അഞ്ചൽ, തിരുവിതാംകൂർ അഞ്ചൽ തുടങ്ങി ബ്രിട്ടീഷ് രാജകുടുംബത്തിലെ കിരീടധാരണം, 3 തലമുറകളിലെ വിവാഹവുമായി ബന്ധപ്പെട്ട തപാൽ സ്റ്റാമ്പുകൾ, പ്രൈഡ് ഓഫ് ഇന്ത്യ പുറത്തിറക്കിയ സ്റ്റാമ്പ് ശേഖരം, മദർ തെരേസ, വിശുദ്ധ അൽഫോൻസ. വാർത്തകൾ തുടരുന്നു. രാമായണ മാസാചരണത്തിന്റെ ഭാഗമായി തൊടുപുഴ NSS താലൂക്ക് യൂണിറ്റിന്റെയും വനിതാ യൂണിറ്റിന്റെയും സംയുക്താഭിമുഖ്യത്തിൽ യൂണിയൻ ഹാളിൽ രാമായണ പാരായണ മത്സരവും രാമായണ പ്രശ്നോത്തരി മത്സരവും നടത്തി. താലൂക്ക് യൂണിയൻ പ്രസിഡന്റ് KK കൃഷ്ണപിള്ള ഉദ്ഘാടനം നിർവഹിച്ചു. എല്ലാ വർഷവും കർക്കിടക മാസത്തിൽ രാമായണ പാരായണവും അതിനോടനുബന്ധിച്ച പരിപാടികളും നടത്തുന്നുണ്ട്. ഒരു കാലഘട്ടത്തിൽ ദുഃഖങ്ങളുടെയും ദുരിതങ്ങളുടെയും കോൺഗ്രസ് തൊടുപുഴ 6ാം വാർഡ് സമ്മേളനം നടന്നു. മുനിസിപ്പൽ ചെയർമാൻ TJ ജോസഫ്, മാത്യു നരിക്കുഴി, DCC സെക്രട്ടറി KV സിദ്ധാർത്ഥൻ, ജാഫർ ഖാൻ മുഹമ്മദ്, PN രാജീവൻ, KG സജിമോൻ, K ദീപക്, PC ജയൻ, സുധാ സുധാകരൻ, R ജയൻ, ഷാജി വട്ടംകൂട്ടത്തിൽ, NA ബെന്നി തുടങ്ങിയവർ പ്രസംഗിച്ചു. സമ്മേളനത്തോടനുബന്ധിച്ച് കുടവിതരണവും നടത്തി. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൽ അംഗങ്ങളായ ഒരു കാലഘട്ടത്തിൽ നമ്മുടെ ഈ പ്രദേശങ്ങളിൽ, ചാട്ടമല പോലുള്ള പ്രദേശങ്ങളിൽ അല്ലെങ്കിൽ വെള്ളാറ്റുന്ന പോലുള്ള പ്രദേശങ്ങളിൽ അജ്ഞാത രോഗം ബാധിച്ച മധ്യവയസ്കൻ സുമനസ്സുകളുടെ സഹായം തേടുന്നു. മണക്കാട് കുന്നത്തുപാറ പെരിഞ്ചിറക്കുന്നിൽ ഉണ്ണികൃഷ്ണനാണ് അജ്ഞാത രോഗം മൂലം ദുരിതത്തിലായത്. 2007 ജൂൺ മാസത്തിലാണ് രോഗലക്ഷണം കണ്ടത്. ഇടതുകാലിന്റെ പെരുവിരലിൽ നിന്നും മരപ്പ് കയറുകയായിരുന്നു. തൊടുപുഴ മുതൽ തിരുവനന്തപുരം വരെയുള്ള വിവിധ ആശുപത്രികളിൽ ചികിത്സ തേടിയിരുന്നു. ശരീരത്തിലെ മസിൽ ദ്രവിച്ചു പോകുന്ന രോഗമാണ്. 1 ലക്ഷത്തിൽ ഒരാൾക്ക് മാത്രം ഉണ്ടാകുന്ന അസുഖമാണെന്നും ഇതിന് മരുന്ന് കണ്ടുപിടിച്ചിട്ടില്ലെന്നുമാണ് ഡോക്ടർമാർ പറയുന്നത്. നീണ്ട ആശുപത്രി മാസത്തിന് ശേഷം ഡോക്ടർമാരുടെ നിർദ്ദേശപ്രകാരം കഴിഞ്ഞ മെയ് മാസത്തിൽ ആശുപത്രിയിൽ നിന്നും വീട്ടിലേക്ക് മാറ്റുകയായിരുന്നു. ഒട്ടേറെ ആരോഗ്യ പ്രശ്നങ്ങളുള്ള ഉണ്ണികൃഷ്ണന് വീട്ടിൽ സ്വന്തമായി ഓക്സിജൻ സിലിണ്ടർ വാങ്ങിയാണ് ശ്വാസോച്ഛ്വാസത്തിനുള്ള സൗകര്യം ഒരുക്കിയിരിക്കുന്നത്. ഇതിന് ഫലപ്രദമായ ചികിത്സാ രീതി ഇതുവരെ കണ്ടുപിടിച്ചിട്ടില്ല എന്നുള്ളതാണ് നമുക്കറിയാൻ സാധിച്ചത്. ആദ്യം കാലുകളിലെ മസിലുകൾ ദ്രവിച്ചു പോയി. അതിനുശേഷം ശരീരത്തിലെ ഓരോ ഭാഗങ്ങളും മസിലുകളുടെ ചലനശേഷി നഷ്ടപ്പെട്ടു. അദ്ദേഹം ഇന്നിപ്പോൾ ശ്വാസോച്ഛ്വാസം നടത്തുന്നതിന് വേണ്ടി കഴിഞ്ഞ 4 മാസമായിട്ട് ഓക്സിജൻ്റെ സഹായത്തോടെയാണ് ശ്വാസോച്ഛ്വാസം നടത്തുന്നത്. അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെ ബിന്ദു ഉണ്ണികൃഷ്ണൻ്റെ പേരിൽ തൊടുപുഴ യൂണിയൻ ബാങ്കിൽ ഒരു അക്കൗണ്ട് തുറന്നിട്ടുണ്ട്. നിങ്ങളാൽ കഴിയുന്ന ഒരു ചെറിയ സഹായം ആ അക്കൗണ്ടിലേക്ക് തന്ന് സഹായിക്കണം. അക്കൗണ്ട് നമ്പർ 33802010101963. ഈ അക്കൗണ്ടിലേക്ക് നിങ്ങളുടേതായ സഹായങ്ങൾ തന്ന ഈ കുടുംബത്തെ രക്ഷിക്കണമെന്ന് അഭ്യർത്ഥിക്കാം. ദിവസവും 1 സിലിണ്ടർ വേണ്ടിവരുന്നു. നാട്ടുകാരും ബന്ധുക്കളും ചേർന്ന് നൽകിയ സഹായമാണ് ചികിത്സയ്ക്ക് ഉപകരിച്ചത്. 5 സെന്റ് സ്ഥലവും പണി തീരാത്ത ഒരു വീടുമാണ് ഇവർക്കുള്ളത്. തൊടുപുഴയിൽ സ്വകാര്യ സ്ഥാപനത്തിൽ ജോലിക്ക് പോയിരുന്ന ഭാര്യ ബിന്ദുവിന് ഇപ്പോൾ ജോലിക്ക് പോകാനാവാത്ത സ്ഥിതിയാണ്.
വിദ്യാർത്ഥികളായ ഗിരീഷ്, ഗ്രീഷ്മ എന്നിവരുടെ പഠനവും ഉണ്ണികൃഷ്ണന്റെ ചികിത്സയും ഈ കുടുംബത്തെ ഏറെ ബുദ്ധിമുട്ടിക്കുകയാണ്. ഉദാരമതികളുടെ സഹായം ഇവർക്ക് ലഭ്യമാക്കണമെന്ന് നാട്ടുകാർ ചേർന്ന് രൂപീകരിച്ച കുടുംബ സഹായ സമിതി ഭാരവാഹികൾ അഭ്യർത്ഥിച്ചു. യൂണിയൻ ബാങ്കിന്റെ തൊടുപുഴ ശാഖയിൽ ഉണ്ണികൃഷ്ണന്റെ ഭാര്യ ബിന്ദുവിന്റെ പേരിലുള്ള 338010190363 എന്ന അക്കൗണ്ടിൽ സന്മനസ്സുള്ളവർക്ക് സഹായം നൽകാവുന്നതാണ്. തൊടുപുഴ നഗരസഭ 8ാം വാർഡ് കാവനക്കുന്ന് റോഡ് ഉദ്ഘാടനം വാർഡ് കൌൺസിലർ സഫിയ ഷെബാദ് നിർവഹിച്ചു. റോഡിന്റെ ടാറിംഗ് ജോലികൾ IHSTP ഫണ്ടും TSP ഫണ്ടും ഉപയോഗിച്ച് നിർവഹിക്കുമെന്ന് വാർഡ് കൌൺസിലർ അറിയിച്ചു. ഒരു തലമുറയുടെ ചിരകാല അഭിലാഷമായിരുന്നു ഇന്ന് ഇവിടെ ഈ റോഡ് തുറന്നു കൊടുത്തത്. ഇത് കേരള നഗരസഭയുടെ വികസന ഫണ്ടിൽ നിന്ന് അല്ലെങ്കിൽ വേറെ മറ്റുള്ള ഫണ്ടിൽ നിന്ന് IHSTPയുടെ ഫണ്ടിൽ നിന്ന് 13 ലക്ഷം രൂപ അനുവദിച്ചാണ് ഈ റോഡ് നിർമ്മാണം തുടങ്ങുന്നത്. അതിൻ്റെ ഫലമായി ഇന്ന് ഇത് ഇടവെട്ടി ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ ജൂലൈ 31 നടക്കുന്ന ഔഷധ സേവയുടെ ഒരുക്കങ്ങൾ പൂർത്തിയായതായി ക്ഷേത്ര ഭാരവാഹികൾ അറിയിച്ചു. രാവിലെ 6 മുതൽ ഉച്ചയ്ക്ക് 1 വരെയാണ് ഔഷധ സേവ നടക്കുന്നത്. കെട്ടിട നിർമ്മാണ രംഗത്ത് നൂതന സാങ്കേതിക ഉപകരണവുമായി തൊടുപുഴ പുരയിടത്തിൽ കൺസ്ട്രക്ഷൻസ് നിർമ്മാണ മേഖലയിൽ മുന്നേറുന്നു. മൊബൈൽ ടവർ ക്രെയിനാണ് നിർമ്മാണ രംഗത്ത് തൊടുപുഴയിൽ ആദ്യമായി ഉപയോഗപ്പെടുത്തുന്നത്. 7 നില വരെയുള്ള കെട്ടിടങ്ങളുടെ ഓരോ നിലയുടെയും നിർമ്മാണത്തിന് ആവശ്യമായ കോൺക്രീറ്റ് എളുപ്പത്തിൽ എത്തിക്കാൻ കഴിയുന്നു. വൈദ്യുതിയിലും ഇന്ധനത്തിലും പ്രവർത്തിപ്പിക്കാവുന്ന സൗകര്യവുമുണ്ട്. തൊടുപുഴ മഡോണ ടെക്സ്റ്റൈൽസ് കേരള സർക്കാർ നടപ്പാക്കി വരുന്ന കാരുണ്യ പ്രവർത്തനങ്ങളിൽ പങ്കാളികളാകുമെന്ന് മാനേജിംഗ് പാർട്ണർമാരായ MD ദിലീപ്, MS ഷൈജു എന്നിവർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. നമ്മുടെ 26ാം വാർഷികമാണ് ഈ ഓഗസ്റ്റ് 28-ന്. അപ്പോൾ 26 വർഷം കംപ്ലീറ്റ് ചെയ്തതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ഈ വർഷം ഇപ്പോൾ കേരള ഗവൺമെൻറ് ഈ കാരുണ്യ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ട് ഫണ്ട് കളക്ഷന് വേണ്ടി കാരുണ്യ ലോട്ടറി ഒരുപാട് ഇമ്പോർട്ടൻസ് കൊടുത്ത് ചെയ്യുന്നതായിട്ട് നമ്മൾ ശ്രദ്ധയപ്പെട്ടപ്പോൾ അപ്പോൾ ഗവൺമെൻറ്റുമായിട്ട് അതിനോട്ട് ഒന്ന് സഹകരിക്കാവുന്ന ഒരു പ്രോജക്റ്റ് ഞങ്ങളിപ്പോൾ ഈ ഒരു മാസം വർക്കൗട്ട് ചെയ്യുക. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ ഈ